നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഉള്ളി സുരേന്ദ്രൻ സാറ് ഉള്ളിസുരൻ മലപ്പുറത്തെ മുസ്ലിങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ മലപ്പുറത്തുള്ള ആളുകളെ കുറിച്ച് ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി മാധ്യമങ്ങൾക്ക് മുൻപിൽ. എന്താണെന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമുക്കെന്നാലും ഒന്നുകൂടെ കേട്ടിട്ട് വരാം, എന്നിട്ടാവാം. ഈഴവർക്ക് അർഹതപ്പെട്ട ലഭിക്കുന്നില്ല, അതും മുസ്ലിങ്ങൾ സാമൂഹിക സാമ്പത്തികമായി മുന്നോട്ടാവസ്ഥയിലാണെന്ന് പറയുമ്പോൾ അത് കണ്ടെത്തുന്നതിനൊരു ജാതി സെൻസസ് അനിവാര്യമാണ്. അല്ല, എന്റെ ചോദ്യം തിരിച്ചാണ്. രാജ്യവ്യാപകമായി ജാതി സെൻസസ് ആവശ്യപ്പെടുന്നവർ എന്തുകൊണ്ട് ഈ യാഥാർത്ഥ്യം കണ്ടുപിടിക്കാനുള്ള ഒരു അന്വേഷണം കേരളം നടത്തുന്നില്ല? രാജ്യവ്യാപകമായി സെൻസസ് നടത്തുന്ന അവിടെ ഇരിക്കട്ടെ. കേരളത്തിൽ എന്തുകൊണ്ട് പിന്നോക്ക ജാതിക്കാർക്ക് ലഭിക്കുന്ന സംവരണാനുകൂല്യം മതന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം മതന്യൂനപക്ഷങ്ങൾ അത് അപഹരിക്കുന്നു? ഇത് ചർച്ച ചെയ്യട്ടെ, മാധ്യമങ്ങൾ ചർച്ച ചെയ്യട്ടെ, രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്യട്ടെ, അല്ലെങ്കിൽ ഒരു അന്വേഷണം നടത്തട്ടെ, ഒരു കമ്മീഷനെ വെച്ചിട്ട് പരിശോധിക്കട്ടെ. ഇത് കേരളത്തിൽ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കാൻ പ്രശ്നത്തെ വർഗീയമായിട്ട് കാണുകയല്ല വേണ്ടത്. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെച്ച ആശയം, BJP പ്രസിഡന്റ് നില ചർച്ച ചെയ്ത വിഷയം കേരള സമൂഹം ചർച്ച ചെയ്യട്ടെ. മതപരമായ സംവരണത്തിന്റെ പേര് പറഞ്ഞ് യഥാർത്ഥത്തിൽ കേരളത്തിലെ പിന്നോക്ക ജാതിക്കാർക്ക് ലഭിക്കേണ്ട സംവരണ ആനുകൂല്യം അപഹരിക്കപ്പെടുന്നു. അതാണ് പോയിന്റ്. അതിന്റെ മേൽ ഡിസ്കഷൻ നടക്കട്ടെ. അതൊരു ഒരു ചർച്ചാ വിഷയമായിട്ട് കേരളത്തിൽ മാറട്ടെ. അല്ല, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, മലപ്പുറം പല കാര്യങ്ങളിലും കേരളത്തിന്റെ മറ്റു ഭാഗത്തുള്ളതുപോലെയല്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. നേരത്തെ തന്നെ ആക്ഷേപമുള്ളതാണ്. നമ്മളിപ്പോ ശബരിമല വ്രത നോൽക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവം അവിടെ വെജിറ്റേറിയൻ കച്ചവടമേ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല. പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല. എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത്! നാം വ്രതം എടുക്കുന്നു, നമ്മൾ കുടിക്കുന്നില്ല. പക്ഷെ ഒരു മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും, ഞാൻ എന്റെ നേരെ അനുഭവം പറയാം, ഒരു മാസം ഒരു തുള്ളി വെള്ളം ലഭിക്കുന്നില്ല. നിങ്ങൾ ഒരു പുരോഗമന പാർട്ടിക്കാരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നേയില്ല. ഇപ്പോ മലപ്പുറം ജില്ലയിൽ വാക്സിൻ എടുക്കുന്നില്ല, വലിയ തോതിലുള്ള പ്രചരണം നടക്കുന്നു. ഇവിടെ അതൊരു ചർച്ചാ വിഷയമേ ആവുന്നില്ല. വാക്സിനേഷനെതിരായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ക്യാമ്പയിൻ. ഒരു വീട്ടിൽ ഒരു സ്ത്രീ 5 പ്രസവം വീട്ടിൽ നടത്തി. ഞങ്ങൾ ആദ്യം വിചാരിച്ചു അത് അവരുടെ അറിവില്ലായ്മയാണ്. അങ്ങനെയല്ല, അതിനപ്പുറത്തൊക്കെ വലിയ തോതിലുള്ള അതിന്റെ പിന്നിൽ ആൾക്കാരുണ്ട്. അതായത് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകരുത്, വാക്സിനേഷൻ പാടില്ല. ഇതൊക്കെ കാണിക്കുന്നത് എങ്ങോട്ടാണ്? ഒരു തരത്തിൽ റാഡിക്കൽ എലമെന്റ്സ് അല്ലെങ്കിൽ അത്തരം നിഗൂഢ ശക്തികൾ ഈ രീതിയിൽ വലിയ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യാൻ ആരും തയ്യാറില്ലാത്തതുകൊണ്ട് ഇതൊന്നും പുറത്തു വരുന്നില്ലെന്നേ ഉള്ളൂ. ഒറ്റപ്പെട്ട സംഭവമല്ല സർ. രാമനാട്ടുകര മുതൽ തൃശൂർ ജില്ലയുടെ അതിർത്തി വരെ ഒരു മാസക്കാലം ഒരു തുള്ളി വെള്ളം ആർക്കും കിട്ടില്ല. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. അതൊന്നും ഞാൻ പറയുന്നില്ല. ഉച്ചക്കഞ്ഞി മുടങ്ങി പല സ്ഥലത്തും. വലിയ പ്രക്ഷോഭങ്ങൾ വേണ്ടി വന്നു. നിങ്ങൾ ഡൽഹിയിൽ ഇരിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. അതായത് കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാരും കുട്ടികളുടെ ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി നൽകുന്ന സാമ്പത്തിക സഹായം എങ്ങനെയാ അത് മുടക്കുന്നത്? രക്ഷാകർതൃ സമിതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ പല സ്ഥലത്തും യോഗം കൂടി തീരുമാനമെടുക്കുകയാണ്. ആ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ അവിടെ ന്യൂനപക്ഷമായിട്ടുള്ള രക്ഷിതാക്കൾക്ക് സാധിക്കുന്നില്ല. ഇതെല്ലാം പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. നമ്മൾ കണ്ണടച്ചിരട്ടാക്കിയതുകൊണ്ട് കാര്യമില്ല. എത്രയോ സ്കൂളുകളിൽ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കിട്ടുന്നില്ല. അതെന്തൊരു ന്യായമാണ്? എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. അങ്ങനെ ഒരു ന്യായം എങ്ങനെയാണ്? കുട്ടികളുടെ എല്ലാവർക്കും അറിയുന്ന കാര്യം വീണ്ടും ചോദിക്കണം. ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ അവിടെ എന്തുകൊണ്ടാണ് ഉച്ചക്കഞ്ഞി മുടങ്ങുന്നത്? അപ്പോൾ ലീഗുകാർ പറയുന്നത് ഞങ്ങളല്ല ഇതിന്റെ പിന്നിൽ, ഞങ്ങളെ രക്ഷാകർതൃ സമിതിയാണ്. ആരാണ് രക്ഷാകർതൃ സമിതി? അപ്പൊ നിർബന്ധിച്ചാണ് കടയടപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ആരും നിർബന്ധിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ കടകളൊന്നും തുറക്കുന്നില്ല. അത് ശരിയായ ഒരു സമീപനമല്ല. പുരോഗമന പാർട്ടികൾ തന്നെ അതിന്റെ രംഗത്ത് വന്നിട്ട് അതിനെതിരെയുള്ള സമീപനം എടുക്കണം. വലിയ പുരോഗമനം പ്രസംഗിച്ചാൽ പോരാ. നേരത്തെ ഉണ്ടായിരുന്ന കാര്യത്തിൽ ഒരു വ്യക്തത തന്നെയാണ്. ഈ പഠനത്തിന് ഒരു കമ്മീഷനെ വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ. അല്ലല്ലോ, എന്റെ ചോദ്യം അതാണ്. ഞാനിപ്പോ രാജ്യത്താകമാനം ജാതി സെൻസസ് നടത്തണമെന്ന് വീറോടെ വാശി പിടിക്കുന്നവര്
കേരളത്തിലെ പിന്നോക്ക ജാതിക്കാർക്ക് ലഭിക്കുന്ന സംവരണ ആനുകൂല്യം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാവുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതുപോലെ തന്നെ ഗവർണറായിട്ട് വിഷയത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട്. അപ്പം കേരളത്തിലും കോടതിയിൽ കേസുണ്ട്. അതിൽ വിഷയം ഞാൻ പ്രതികരിക്കുന്നില്ല. സുപ്രീം കോടതി വിധിയെ സംബന്ധിച്ച് അതിന്റെ വിശദാംശങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാവുന്നത് വരെ പ്രതികരിക്കാൻ എനിക്ക് സാധിക്കില്ല. പിന്നെ No, it is all. In 2019, first notice has gone. After that, 2 times notice has gone. Before. അപ്പോ ഈ ഉള്ളി പറയുന്നത് മലപ്പുറത്ത് നോമ്പ് സമയത്ത് മുസ്ലിങ്ങൾ ആർക്കും വെള്ളം കൊടുക്കുന്നില്ല എന്നാണ്. വെള്ളം കൊടുക്കാതെ ഹിന്ദുക്കളെല്ലാം മരിച്ചുപോയി എന്നാണ് പറയുന്നത്. എന്ത് ലോജിക്കാണ് ഉള്ളി അതിനകത്തുള്ളത്? എന്തെങ്കിലും ഉണ്ടോ? അത് ഈ സോഷ്യൽ മീഡിയകളൊക്കെ ഇപ്പൊ ഇത്രയും വിപുലമായിട്ട് പ്രചാരണത്തിലുള്ളപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. ആരെങ്കിലും ഒന്ന് അന്വേഷിച്ചാൽ മതി, അവിടെ വെള്ളം കിട്ടുമോ, കിണറുകളിലൊക്കെ വെള്ളം പറ്റിപ്പോയോ, കടകളൊക്കെ അടച്ചോ, എന്താണെന്നുള്ളത്. സംഭവം മുസ്ലിങ്ങളുടെ ഒരു പുണ്യമാസമാണ്. അവർ ആ മാസത്തിൽ 30 ദിവസവും വെള്ളം പോലും ഇറക്കാതെ അവർ നോമ്പെടുക്കും. മലപ്പുറത്ത് അറിയാമല്ലോ, കൂടുതലും മുസ്ലിങ്ങളാണുള്ളത്. അപ്പോൾ പിന്നെ എല്ലാവരും നോമ്പായിരിക്കുമ്പോൾ കടകളിൽ ഭക്ഷണം കഴിക്കാൻ ആരും ഉണ്ടാവില്ല പകൽ സമയങ്ങളിൽ. അപ്പൊ പിന്നെ കട തുറന്നു വെച്ചിട്ട് എന്താ കാര്യം? അവിടെ കച്ചവടമില്ല. അപ്പൊ പിന്നെ കട തുറന്നു നോക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ നിങ്ങൾക്കാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ പോലുള്ള ഹിന്ദുക്കൾക്കാണെങ്കിൽ അവിടെ വെള്ളം കോരി കുടിക്കാനൊക്കെ പെപ്സിയും കോളയൊക്കെ കിട്ടുന്ന ഇഷ്ടം പോലെ കടകളുണ്ട്. ഇസ്രയേലിയൻ ഉൽപ്പന്നങ്ങളാണ് അതൊക്കെ, അല്ലെങ്കിൽ ട്രംപിന്റെ ഉൽപ്പന്നങ്ങളാണ് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ വാങ്ങി കുടിക്കാമല്ലോ, അതൊക്കെ വലിയ ഇഷ്ടം, അതിനെയൊക്കെ വലിയ പ്രൊമോട്ടും ചെയ്യുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു ഹിന്ദു അവിടെ വെള്ളം കിട്ടാതെ മരിച്ചെങ്കിൽ അതിന്റെ കണക്കൊന്ന് ഉള്ളി പുറത്തുവിട്ടെ നോക്കട്ടെ. ഏതെങ്കിലും ഓരോരുത്തന്റെ പേര് പറ, ആർജം ഉണ്ടെങ്കിൽ പറയണം. അല്ലാണ്ട് ഈ ഉള്ളി വിളിച്ച പോലെ അവസാനം നോക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്ന പോലെ ആവരുത്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് നിന്ന് വളരെ വിദ്വേഷ പ്രസംഗം നടത്തിയല്ലോ. എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് തെളിവ് വേണം. അല്ല വെറുതെ വന്ന് നിന്ന് ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ ഒരു മത വിദ്വേഷം വളർത്തിയിട്ട് ഒരു കാര്യവുമില്ല. അത് ഹിന്ദുക്കളോടുള്ള ഒരു സോഫ്റ്റ് കോർണർ കൊണ്ടാണോ, മുസ്ലിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടാണോ? അത് ഹിന്ദുക്കളോടുള്ള സോഫ്റ്റ് കോർണർ കൊണ്ടാണെങ്കിൽ മുസ്ലിങ്ങളെ അങ്ങനെ തീർത്ത് അപകീർത്തിപ്പെടുത്തുന്നത് ഹിന്ദുക്കൾക്കും അത്ര നല്ലതായിരിക്കില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ വംശത്തെ തന്നെ നമ്മളെല്ലാം അതിൽ ഉൾപ്പെട്ടു പോകുന്നു. എന്തിനാണ് ഇങ്ങനെ? അത് അവർക്ക് ഇഷ്ടപോലെയുള്ള അവർ ചെയ്യട്ടെ. നമ്മുടെ മണ്ഡലകാലത്ത് അയ്യപ്പ ഭക്തർ പലയിടത്തും വരുന്നുണ്ടല്ലോ. അവർ മത്സ്യമാംസാദികളൊന്നും ഉപയോഗിക്കാറില്ല. ആ സമയത്ത് പല മുസ്ലിമിന്റെ കടകളിലും ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാറുണ്ടല്ലോ. അവരോടുള്ള ആ ഭക്തി കണക്കിലെടുത്താണ് അതൊക്കെ ചെയ്യാറുള്ളത്. എന്തുകൊണ്ട് അതൊക്കെ പറയുന്നില്ല? അവരുടെ ഒരു പുണ്യമാസമല്ലേ. അവർ ഇഷ്ടമുള്ളവർ കട അടച്ചിട്ട് പോകും. അവർ കട തുറന്നു വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? ഈ ബിസിനസ് കുറയുന്നത് ആ സമയത്താണ്. അപ്പോഴവർ കട അടയ്ക്കും. അവിടെ കൂടുതലും ബംഗാളികളും മറ്റുള്ളവരൊക്കെയാണ് അവിടെ കടകളിലും മറ്റും നിൽക്കുന്നത്. അവര് ബിസിനസ് കുറയുന്ന സമയത്താണ് അവർ വെക്കേഷൻ എന്നതായിട്ട് നാട്ടിലൊക്കെ പോയി വരുന്നത്. അപ്പൊ പിന്നെ കടയ്ക്ക് ജോലിക്കാരും ഉണ്ടാവില്ല. അങ്ങനെ പല കാരണങ്ങളുണ്ട് അവർ കടകൾ അടയ്ക്കാൻ വേണ്ടി. ഇപ്പോൾ അവരുടെ പുണ്യമാസത്തിൽ അവര് ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാതിരിക്കുന്ന സമയത്ത് നമുക്കൊക്കെ വെള്ളം ഉണ്ടാക്കി തരണം, അല്ലെങ്കിൽ ആഹാരം ഉണ്ടാക്കി തരണമെന്ന് പറയുന്നത് എന്ത് ലോജിക്കാണ്? മലപ്പുറത്തെ ജനങ്ങള്, മുസ്ലിങ്ങൾ അവരെ തുപ്പിയാണ് കൊടുക്കുന്നത്. അവിടുത്തെ കടകളിൽ ഒരു ഹിന്ദു പോലും കയറരുതെന്നുള്ള ആഹ്വാനമൊക്കെ ചെയ്തത് മറന്നുപോയോ? എന്നിട്ട് പിന്നെ എന്തിനാണ് അവരുടെ ആഹാരം വേണമെന്ന് പറയുന്നത്? അത് തെറ്റല്ലേ? ഇങ്ങനെ
ഓരോ വർഷത്തിലും ഓരോ മാസം നിങ്ങൾ ഇങ്ങനെ കൃത്യമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിന്റെ പിന്നിൽ പ്രത്യേക ഒരു അജണ്ട തന്നെയാണ്. അല്ലാതെ അവിടെ ജനങ്ങൾക്കിടയിൽ യാതൊരു പ്രശ്നവുമില്ല. അവിടെ ആരും വെള്ളം കിട്ടാതെ മരിക്കുന്നുമില്ല. ഇത് ആണ് സത്യം. ഇപ്പോൾ ഈ സംഘികളല്ലാത്ത ഈ മുസ്ലിങ്ങൾക്കും സംഘികളല്ലാത്ത ഹിന്ദുക്കൾക്ക് ഇത് കൃത്യമായി മനസ്സിലാവും. ഇനി സെൻസസിന്റെ കാര്യം പറഞ്ഞു. 2011 സെൻസസ് അനുസരിച്ച് അവിടെ ഹിന്ദുക്കൾ 27%. ഏകദേശം 11 ലക്ഷത്തോളം ഹിന്ദുക്കളുണ്ട് അവിടെ. മുസ്ലിങ്ങൾ 22 ലക്ഷം. ക്രിസ്ത്യാനികളാകട്ടെ 85,000 കുടുംബങ്ങളുമുണ്ട്, ഏകദേശം 2%. അപ്പോൾ ഈ ഹിന്ദുക്കൾക്ക് എന്താണ് അവിടെ പോയി ഒരു കട നടത്തിക്കൂടാ? ഈ സമയത്ത് എന്തുകൊണ്ട് നടത്തിക്കൂടാ? അവിടെ ആരെങ്കിലും തടയുന്നുണ്ടോ? നിർബന്ധിച്ച് കട അടപ്പിക്കാൻ വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഈ സമയത്ത് അവിടെ സംഘികൾക്ക് കട തുടങ്ങാം, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ വെള്ളം കുടിക്കുകയോ കഞ്ഞി കുടിക്കുകയോ പെപ്സിയോ കോളോ എന്ത് വേണേലും കുടിക്കാമല്ലോ. വെറുതെ ഒരു വിദ്വേഷത്തിന്റെ കാര്യമില്ലല്ലോ. അവരുടെ മതാചാരം അങ്ങനെയാണെങ്കിൽ അവരത് ആഘോഷിച്ചോട്ടെ, അങ്ങനെ ചെയ്തോട്ടെ. മറ്റുള്ളവർക്ക് എന്തിന് അതിൽ ബുദ്ധിമുട്ടണം? അവർ നോമ്പൊക്കെ എടുക്കുന്നവർ നമുക്ക് ആഹാരം ഉണ്ടാക്കി തരണം എന്ന് പറയുന്നത് എന്താണ് ലോജിക്കുള്ളത്? ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാരൊന്ന് ചിന്തിച്ചു നോക്കൂ. അവിടെ കട നടത്താൻ വേറെ ആളുകളില്ലേ? ഈ 11 ലക്ഷത്തോളം ഹിന്ദുക്കൾ അവിടെ ഉള്ളിടത്ത് ഒരു കട നടത്താൻ അവിടെ ആളില്ലേ? സുരേന്ദ്രനെ വെല്ലുവിളിക്കുന്നുണ്ട് യൂത്ത് ലീഗിന്റെ ആൾക്കാർ ഈ നോമ്പ് സമയത്ത് അങ്ങോട്ടൊരു ടൂർ പോകാനായിട്ട്. അവിടെ വെള്ളം കിട്ടുമോ തണ്ണി കിട്ടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. യുവറേജ് കോർപ്പറേഷൻ അവിടെ 24 hours തുറന്നു വെച്ചിട്ടുണ്ടല്ലോ. എന്താണ് അവിടെ കിട്ടാത്തത്? അവിടെ കിട്ടാത്തതായി യാതൊരു വസ്തുവില്ല. എല്ലാം അവിടെ കിട്ടും. ഹിന്ദുക്കളുടെ കട അവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ഹിന്ദുക്കൾ അവിടെ കട നടത്തുന്നവരുണ്ട്. എന്താ ഈ 11 ലക്ഷത്തിൽ ആരും അവിടെ കട നടത്തുന്നില്ലേ എന്നാണോ പറയുന്നത്? അപ്പോൾ തീർച്ചയായും ഇതൊന്നുമല്ല നിങ്ങളുടെ ഈ അജണ്ട എന്ന് പറയുന്നത്. മലപ്പുറത്തെ കേരളത്തിൽ ഇടിച്ചു കാണിക്കുക. ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യനും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഈ പ്രസ്താവന വെള്ളാപ്പന്നി പറഞ്ഞതും കെ സുരേന്ദ്രൻ ഉള്ളിസുര പറഞ്ഞതും ഒക്കെ കേന്ദ്രത്തിന് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പൊ കേന്ദ്രത്തെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി അവിടുന്ന് ഉള്ള ഇഡിയുടെയും ഇതിന്റെയൊക്കെ റൈഡുകൾ ഒഴിവാക്കാനും കള്ളപ്പണം സമ്പാദിക്കാനും വേണ്ടി ഈ മുസ്ലിങ്ങളെ ഇടിച്ചു താഴ്ത്തി പറയുക, അവരുടെ ഇടയിൽ ഒരു മതശ്രദ്ധ വളർത്തിയെടുക്കുക, അവരെ തരം താഴ്ത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു അജണ്ട. കൃത്യമായും അത് തന്നെയാണ്. അല്ലെങ്കിൽ ഓരോ വർഷവും ഈ സമയത്ത് നിങ്ങൾ വന്ന് ഈ സൈസ് പ്രസംഗം പ്രസംഗിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് സെൻസസിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അവിടെ അത്രത്തോളം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അവിടെ ജീവിക്കുന്നുണ്ട്. അവർക്കിടയിൽ ആർക്കും ഒരു കുഴപ്പവുമില്ല. അവർ ഇന്ന് കണ്ടാൽ നാളെ കണ്ടാലും അവർ സംസാരിക്കുന്നു, തോളി കൈയിട്ട് പോകുന്നു. കൊച്ചുകുട്ടികളുടെ സ്കൂളിലെ കാര്യം പറഞ്ഞവർ, സ്കൂളിൽ PTA ഉണ്ട്. അതായത് അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും ഒരു സംഘമുണ്ട് അവിടെ. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലുള്ള എല്ലാ സ്കൂളുകളുടെയും പ്രവർത്തനം നടക്കുന്നത്. അവരുടെ തീരുമാനം അനുസരിച്ചാണ്. രക്ഷാകർത്ത സമ്മേളനമൊക്കെ അവിടെ നടക്കാറില്ലേ നമ്മുടെ സ്കൂളുകളിൽ? PTAക്ക് നമ്മളെല്ലാം പോകാറുണ്ടല്ലോ നമ്മളെല്ലാവരും. അതിൽ ചില തീരുമാനങ്ങൾ എടുക്കുമല്ലോ. അതനുസരിച്ചല്ലേ നമ്മുടെ സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. അവിടുത്തെ സ്കൂളിൽ മുസ്ലിം കുട്ടികൾ കൂടുതലായതിനാൽ അവർക്ക് അവിടെ ഉച്ചക്കഞ്ഞി വെച്ചാൽ അവിടെ വേസ്റ്റ് ആവുകയുള്ളൂ. കാരണം കുട്ടികളെല്ലാം നോമ്പിലാണല്ലോ. അപ്പൊ പിന്നെ ഉച്ചക്കഞ്ഞി അവിടെ വെക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടായിരിക്കും അവർ രക്ഷാകർത്താ സമ്മേളനത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതിന് ഇത്ര വലിയ കാര്യമായി പറയാനൊന്നുമില്ല. PTA എന്ത് തീരുമാനം എടുക്കുന്നോ അതാണ് സ്കൂളുകളിൽ നടപ്പിലാക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അവിടുത്തെ PTA എടുത്ത തീരുമാനം അന്തിമമായിരിക്കും. അതിലൊന്നും പറയാനില്ല. ഉച്ചക്കഞ്ഞി ഏത് സ്കൂളിലാണ് കിട്ടാത്തത്? അവിടുത്തെ പ്രൈവറ്റ് സ്കൂളുകളൊക്കെ ഉണ്ടല്ലോ, കോളേജുകളും ഒക്കെ. അതിന്റെ കണക്ക് ഞാനിവിടെ പറയുന്നില്ല. അവിടെ ഉച്ചക്കഞ്ഞി കൊടുക്കേണ്ടടുത്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെന്ന് വെറുതെ പറയുന്നതാണ്. ഇത് അവിടെ ഉള്ള ആൾക്കാരോട് ആരോടെങ്കിലും ചോദിച്ചു നോക്കിയാൽ കൃത്യമായി അറിയാൻ പറ്റും. ഒരു സ്കൂളിലെ എല്ലാ കുട്ടികളും മുസ്ലിം കുട്ടികളാണെങ്കിൽ അവിടെ ഉച്ചക്കഞ്ഞിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് അവിടെ കൊടുക്കുന്നില്ല. അങ്ങനെ PTA ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ. പിന്നെ ഈ മലപ്പുറത്തെ കുറിച്ച് ഈ വെള്ളാപ്പന്നി പറഞ്ഞത്,
വെള്ളാപ്പന്നിക്ക് എന്താണ് ശ്രീനാരായണ ഗുരു ഇതാണ് പറഞ്ഞിട്ടുള്ളത്. മതം ഏതായാലും മനുഷ്യൻ നന്നാവണമെന്നല്ലേ നിങ്ങളുടെ ഗുരു നിങ്ങളെ പഠിപ്പിച്ചത്. അങ്ങനെ ഒരു പ്രസംഗം നടത്തേണ്ടതും അങ്ങനെ ആ ഒരു ചിന്താഗതിയോടെ മുന്നോട്ട് പോകുന്നതുമല്ലേ നിങ്ങളുടെ ഗുരുവിന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഗുരുദക്ഷിണ? അതല്ലേ? അല്ല, അതോ ഈ മതങ്ങളെ ഭിന്നിപ്പിക്കലാണോ? എന്താണ്? മറ്റു മതങ്ങളെയും ഈ മതങ്ങളെയും ചില മതങ്ങളെക്കുറിച്ച് നിങ്ങൾ അവിഖ്യാതികൾ പറയുന്നതാണോ ഗുരുദേവൻ ഉദ്ദേശിച്ചത്? എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിക്കണം എന്നാണ് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങളെ കള്ളിനും കഞ്ചാവും നടത്താൻ വേണ്ടി മതങ്ങൾക്കിടയിലുള്ള വിദ്വേഷവും വെറുപ്പും വളർത്തി അവർക്കിടയിൽ സാധാരണ ജനങ്ങൾക്കിടയിൽ വെട്ടും കുത്തും ഉണ്ടാകത്തക്ക രീതിയിൽ നിങ്ങൾ സംസാരിക്കുന്നു. അല്ല പിന്നെന്താണ്? എന്തിനാണ് ഗുരുദേവന് കൊടുക്കേണ്ട ഗുരുദക്ഷിണ നിങ്ങൾ കൊടുക്കുന്നില്ല? അദ്ദേഹം ആഗ്രഹിച്ചതും അതാണ്, മതം ഏതായാലും മനുഷ്യൻ നന്നാവണം എന്നുള്ളത്. അതനുസരിച്ചാണോ ഇപ്പം വെള്ളാപ്പന്നി അവിടെ സംസാരിച്ചത്? അല്ലല്ലോ. ഇങ്ങനെ ഒരു ഭിന്നിപ്പ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കണം. അത് മാത്രമാണ് ഉള്ളിസുരയുടെയും വെള്ളാപ്പന്നിയുടെയും അതുപോലുള്ള BJP നേതാക്കന്മാരുടെ ആവശ്യം. ഒരു അക്കൗണ്ട് തുറക്കണം, അത്രയേ ഉള്ളൂ. ഇപ്പൊ മലപ്പുറത്ത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചാലും ചിലപ്പോൾ അവിടെ BJPക്ക് സ്ഥാനം കിട്ടില്ലായിരിക്കാം. നമ്മുടെ തിരുവനന്തപുരം മുതൽ കേരളത്തിലെ എല്ലായിടത്തും മുസ്ലിങ്ങളുടെ കടകൾ ഈ നോയമ്പ് സമയത്ത് അടച്ചിടുകയാണ് ചെയ്യുന്നത്. അതിനിപ്പോ മലപ്പുറത്ത് പ്രത്യേകിച്ച് എന്താണ്? മലപ്പുറത്തെ കുറിച്ച് കേരളത്തിന്റെ എന്താ പറയാ, മലപ്പുറത്തുകാരെ തീവ്രവാദിയാക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര താല്പര്യം? അവരവരുടെ കാര്യം നോക്കിയാൽ പോരെ? ഈ ജനങ്ങളെ തമ്മിലടിപ്പിക്കണോ? ജനങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അവരെ വഴിയിൽ കണ്ടാൽ തമ്മിൽ തല്ലത്തക്ക രീതിയിലുള്ള വിദ്വേഷ പരാമർശങ്ങളും പ്രസംഗങ്ങളും നിങ്ങൾ നടത്തുന്നത് എന്തിനാണ്? ഇങ്ങനെ നടത്തുന്നവരെ എന്തുകൊണ്ട് ഈ സർക്കാർ സംരക്ഷിക്കുന്നു? പണ്ട് പിണറായിക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട ഒരാളെ ഇന്റർപോളിനെ വെച്ച് അന്വേഷിച്ച് അറസ്റ്റ് ചെയ്ത കൂട്ടത്തിലല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു വിദ്വേഷ പ്രസംഗം നടത്തുമ്പോൾ എന്തുകൊണ്ട് അതിനെ എതിർക്കുന്നില്ല നമ്മുടെ സർക്കാർ? സർക്കാരിന്റെ കയ്യിൽ തീർച്ചയായിട്ടുമുള്ള പിടിപ്പുകേടല്ലേ? ഇങ്ങനെയൊക്കെ ഒരു വിദ്വേഷം വളർത്തക്ക രീതിയിൽ ഈ പൊതുവേദികൾ പ്രസംഗിക്കുന്നത് ടെലികാസ്റ്റ് ചെയ്യുന്ന നമ്മുടെ മാധ്യമങ്ങളും ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ അവർ വളരെ പ്രാതിനിധ്യം കൊടുത്ത് അവർ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്റെ പൊന്നുള്ളിസരെ, നിങ്ങൾ പറയുന്നതൊന്നും ഈ നാട്ടുകാർക്കിടയിൽ ജനങ്ങൾക്കിടയിൽ ഒരു വിലയുമില്ല. ഉള്ളിസുരയുടെ പ്രസംഗം കേട്ടുകൊണ്ട് ചില ആൾക്കാർ ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടിരിക്കുന്നത് ഞാനൊന്ന് നോക്കാം. സാധാരണ ദിവസങ്ങളിൽ ഏകദേശം 11 മാസം ചില കടകൾ ബഹിഷ്കരിക്കണം, ചില പ്രത്യേക മതക്കാരുടെ കടകൾ ബഹിഷ്കരിക്കണം എന്ന് പോസ്റ്റ് ഇടുന്ന സുരേന്ദ്രനും മിത്രങ്ങളും നോയമ്പ് ദിനങ്ങളിൽ ഏകദേശം 1 മാസം ഭക്ഷണം അല്ലെങ്കിൽ വെള്ളമോ കിട്ടുന്നില്ല എന്ന് പോസ്റ്റ് ഇടുന്നതും ഈ ഒരു പ്രത്യേക തരം അജണ്ട മാത്രമാണ് സുരേന്ദ്രൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അടുത്ത കമന്റ്: മനസ്സിൽ ഇത്രയും പകയും വെറുപ്പുമായി നടക്കുന്ന ഇവർക്ക് എങ്ങനെയാണ് ഉറങ്ങാൻ കഴിയുക? തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിക്കുകയാവും. കഷ്ടം. അത് തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് മനുഷ്യനാകാൻ പറ്റില്ലെന്നറിയാം, എന്നാലും ചോദിക്കുകയാണ്, ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് മനുഷ്യനായി ജീവിച്ചുകൂടെ? ഇത്രയൊക്കെ വളരെ പരിതാപകരമായ പോസ്റ്റുകളാണ് വരുന്നത് നിങ്ങളുടെ ഈ പ്രസ്താവന കേട്ടുകൊണ്ട്. അടുത്തൊരു പോസ്റ്റ്: ഉള്ളിയിട്ട് ഹാൻസ് വയ്ക്കുമ്പോൾ ഇതൊക്കെ തോന്നും. അടുത്ത പോസ്റ്റ്: 11 മാസം തുപ്പിയത് കഴിക്കുന്നു
എന്ന് പറയും. ഒരു മാസം ഒരു തുള്ളി വെള്ളം പോലും കിട്ടുന്നില്ല എന്നും പറയും. സംഘികളുടെ ഒരു അവസ്ഥയെ മുസ്ലിങ്ങളുടെ കടയിൽ നിന്നും ഭക്ഷണം വാങ്ങി കഴിക്കരുത് എന്ന് പറഞ്ഞ സംഘികൾ തന്നെ റംസാൻ കാലത്ത് മുസ്ലിങ്ങൾ പച്ചവെള്ളം പോലും തരില്ല എന്നും പറഞ്ഞു നടക്കുന്നു. നീയൊക്കെ മരിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും നിനക്ക് കിട്ടില്ല, അത്രമേൽ നികൃഷ്ട ജീവിയാണ് സുരേ നീ. ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് ജ്യോതിപ്രിയ, മനോജ് പിള്ളൈ അങ്ങനെയുള്ള ഹിന്ദുക്കൾ തന്നെയാണ്. അപ്പൊ നമ്മുടെ വംശത്തിലെ ആൾക്കാരെ കൊണ്ട് തന്നെ അവരുടെ വായിൽ നിന്ന് തന്നെ കേൾക്കണം ഇതെല്ലാം. നല്ലതെന്തെങ്കിലും പറഞ്ഞുകൂടെ? ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ എടുത്തൊന്ന് വായിച്ചു നോക്കുക ഇടയ്ക്ക്. അതിലെ കമന്റുകളും കൂടി ഒന്ന് വായിക്കണം, എങ്കിലേ മനസ്സിലാവും. സംഘികൾ മാത്രം നിനക്ക് അനുകൂലമായിട്ട് കമന്റ് ഇടും, അല്ലാതെ സാധാരണ ജനങ്ങൾ ഒറ്റ ഒരു മനുഷ്യൻ നിനക്ക് അനുകൂലമായിട്ടില്ല. സുരേട്ടാ, സുരഉള്ളി, ഇതിലെന്തെങ്കിലും ഈ ഉള്ളിസുര പറഞ്ഞതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ BJP പ്രസിഡന്റ് വന്ന് പറയട്ടെ. അയാളും ഇനി ഇതിലാണോ സുരയുടെ വഴി, ഉള്ളിസുരയുടെ വഴി ആയിരിക്കുമല്ലോ. അപ്പൊ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കണ്ട, എന്നാലും നോക്കാം. ഉള്ളിസുരയ്ക്ക് കൃത്യമായ മറുപടി നമ്മുടെ യൂത്ത് ലീഗ് ഫിറോസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിസുര അതൊന്ന് കേട്ടു നോക്കൂ, അപ്പോഴറിയാം ഇതും അതും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം. ഉള്ളിസുരയെ കൃത്യമായി വെല്ലുവിളിക്കുന്നുണ്ട്. മലപ്പുറത്തേക്ക് ഒരു നോമ്പ് സമയത്ത് ഒരു ടൂറിന് കൊണ്ടുപോകാം എന്ന്. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം, ഇതിന് കൊടുത്തിരിക്കുന്ന മറുപടി. അതും കൂടെ കേട്ടെങ്കിലേ ഇത് പൂർത്തിയാവുകയുള്ളൂ. ഒരു ഏകപക്ഷീയമായ ഒരു പ്രസ്താവന മാത്രം പോരല്ലോ, അതിനൊരു മറുപടിയും കൂടെ വേണമല്ലോ എന്ന് വിചാരിച്ചാണ് യൂത്ത് ലീഗുകാരൻ നിനക്ക് മറുപടി തന്നിരിക്കുന്നത്. അത് നീ കേൾക്കണം ഉള്ളി, കേട്ടു നോക്കൂ. ഒരു നുണ രാവിലെ എണീറ്റ് പറയാം, പിന്നെ അത് ശരിയല്ല എന്ന് പറയാൻ നമ്മൾ മറുപടി പറയേണ്ട ഒരു സ്ഥിതി. അത് സംഘപരിവാരം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു നുണ 100 തവണ ആവർത്തിച്ചാൽ അത് സത്യമാകും എന്ന ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇങ്ങനെ നുണകൾ പറയുന്നത്. അപ്പോൾ സുരേന്ദ്രൻ തന്നെ നേരത്തെ പറഞ്ഞിരുന്നത് മുസ്ലിങ്ങൾ ഭക്ഷണത്തിൽ തുപ്പിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ തുപ്പിയിട്ടല്ല കൊടുക്കുന്നത് എന്ന് തെളിയിക്കാൻ പിന്നെ നമ്മൾ നടക്കേണ്ടി വരിക. ഒരാളോട് ഇതേക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു സംഘപരിവാറായ ഒരാളല്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ സുരേന്ദ്രൻ്റെയൊക്കെ പ്രസ്താവന കണ്ടില്ലേ, ഭക്ഷണത്തിൽ തുപ്പിയിട്ടാണ് കൊടുക്കുന്നത് എന്ന് പോലും പറയുന്നു. അദ്ദേഹം ചോദിച്ചത് തുപ്പിയിട്ടല്ല കൊടുക്കുന്നതെന്ന് എന്താണ് തെളിവ്? ഇതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ലവ് ജിഹാദ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരള ഹൈക്കോടതി, കേരള പോലീസ്, NIA, കേന്ദ്രമന്ത്രി ഇന്ത്യയുടെ പാർലമെന്റിലൊക്കെ ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞിട്ടും ലവ് ജിഹാദ് ഉണ്ട് എന്ന് ഇവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെയാണ് ഇപ്പോൾ മറ്റൊരു ആരോപണം അദ്ദേഹം ആവർത്തിച്ചത്. നോമ്പ് കാലത്ത് ഒരു തുള്ളി വെള്ളം മലപ്പുറത്ത് കിട്ടില്ല. നോമ്പ് കാലത്ത് ഒരു തുള്ളി വെള്ളം കിട്ടാതെ മരിച്ച ആൾക്കാരുടെ ലിസ്റ്റ് ഒന്ന് സുരേന്ദ്രൻ പുറത്തുവിടട്ടെ. അപ്പോൾ നോമ്പ് കാലമായാൽ തുറക്കുന്ന ഹോട്ടലുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടാണ് അതിനെ സോഷ്യൽ മീഡിയ പ്രതിരോധിക്കുന്നത്. ഇത് ഓരോ നോമ്പ് കാലത്തും ഇങ്ങനെ ചെയ്യേണ്ട ഒരു സ്ഥിതി. ഇതറിയാത്തതുകൊണ്ടല്ല. പിന്നെ ചില ഹോട്ടലുകൾ നോമ്പ് കാലത്ത് തുറക്കില്ല. എന്താ കാരണം? ഇത് ബിസിനസ് ആണല്ലോ. ഇത് കച്ചവടത്തിൻ്റെ അടിസ്ഥാനപരമായ തത്വം എന്താണ്? ലാഭമാണ്. മലപ്പുറം ജില്ലയിൽ ഭൂരിപക്ഷം ആളുകൾ നോമ്പ് എടുക്കുന്ന ആളുകളായതുകൊണ്ട് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ആളുകൾ കുറവായിരിക്കും. ഈ ബംഗാളികളും അതുപോലെ തന്നെ ബീഹാറിലൊക്കെ ഉള്ള ആളുകൾ ഈ കച്ചവടം കുറവാകുന്ന നോമ്പ് കാലത്താണ് ലീവ് എടുത്ത് നാട്ടിൽ പോവുക. അപ്പോൾ കച്ചവടം കുറവായതിന് നോമ്പ് കാലത്ത് കച്ചവടം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതിന് മുതലാളി കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ കെ സുരേന്ദ്രൻ എന്താ ചെയ്യേണ്ടത്? എന്നാൽ പിന്നെ BJPക്കാരോടൊക്കെ നോമ്പ് കാലമായ മലപ്പുറം ജില്ലയിലേക്ക് പോയിട്ട് അവിടുത്തെ ഹോട്ടലിലൊക്കെ കച്ചവടം കൂട്ടാൻ പറയണം. അപ്പോൾ കച്ചവടം കൂടുതലായാൽ സ്വാഭാവികമായും ആളുകൾ ലാഭം ആഗ്രഹിക്കുന്നവർ തുറക്കും. അപ്പോൾ ഇങ്ങനെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം. ഇനിയിപ്പോൾ സുരേന്ദ്രന് വേണമെങ്കിൽ അടുത്ത നോമ്പിന് രാമനാട്ടുകര മുതൽ എടപ്പാൾ വരെ, തൃശ്ശൂർ ജില്ലയുടെ അതിർത്തി വരെ ഒരു യാത്ര നടത്താൻ തയ്യാറാണെങ്കിൽ
ഇത് പരിശോധിക്കാൻ സുരേന്ദ്രൻ തയ്യാറുണ്ടെങ്കിൽ അത് കൊണ്ടുപോകാൻ ഞങ്ങൾ തയ്യാറാണ്, യൂത്ത് ലീഗ് തയ്യാറാണ്. അദ്ദേഹം തയ്യാറാവില്ല. ഈ പച്ചക്കള്ളം പിന്നെയും പിന്നെയും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് അങ്ങനെ നിസ്സാരമായി കാണാൻ പാടില്ല. ഈ നുണപ്രചാരകരെ സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് വ്യക്തമാക്കണം. കേരള ഗവൺമെൻറ് ഇക്കാര്യത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? ഇങ്ങനെ നുണ പറയുന്ന, വിദ്വേഷം പറയുന്ന, വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ആളുകളോട് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് എന്താണ്? ഇതിലും വലിയ കേസുകളൊക്കെ BJP നേതാക്കൾക്കെതിരെ വരുമ്പോൾ ഒത്തുതീർപ്പാകുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ കൊടകര കുഴൽപ്പണ ഇടപാട് എന്താ ചെയ്തത്? കെ സുരേന്ദ്രനെതിരെ അന്വേഷണം. ഇപ്പോൾ ED കുറ്റം പറഞ്ഞു. ശരിയാണ്, ED ആ നിലക്ക് അന്വേഷിച്ചില്ല. കേരള പോലീസ് എന്താ ചെയ്തത്? കേരള പോലീസ് കെ സുരേന്ദ്രനെ സാക്ഷിയൊക്കെ ചെയ്തത്, പ്രതിയാക്കിയോ? അപ്പോൾ ഇങ്ങനെ വിദ്വേഷം പറയുന്ന ആളുകൾക്കെതിരെ പിന്നെ കേസെടുക്കാത്തതിൽ അത്ഭുതം തോന്നുന്നതിൽ കാര്യമില്ല. അതിനേക്കാൾ വലിയ കേസുകൾ വന്നിട്ട് രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെയുള്ള കേസുകൾ പ്രതിയാക്കേണ്ട ആളുകൾക്കെതിരെ പോലും നടപടി സ്വീകരിക്കാത്ത ഒരു സംസ്ഥാന സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സുരേന്ദ്രൻ അതിൻ്റെ കൂടെ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ വിഷയം ഓൺ ചെയ്യാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. അത് റെപ്രസെൻറ്റേഷനാണ്. കേരളത്തിലെ സംവരണം, പിന്നാക്ക സമുദായങ്ങളുടെ സംവരണം മുസ്ലിങ്ങൾ തട്ടിയെടുക്കുന്നു എന്നാണ് അദ്ദേഹം ഒരു ആരോപണമായി ഉന്നയിച്ചിട്ടുള്ളത്. അതേക്കുറിച്ച് പഠിക്കണം, ഒരു പരിശോധന നടത്തണം എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ആ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അതേക്കുറിച്ച് പഠിക്കണം എന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. പഠിച്ച റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ഏറ്റവും ഒടുവിൽ കേരളത്തിൽ വിവിധ സമുദായങ്ങൾ അധികാര പങ്കാളിത്തത്തെ സംബന്ധിച്ച്, വിഭവങ്ങളുടെ ഉപയോഗത്തെ സംബന്ധിച്ചൊക്കെ നടത്തിയൊരു പഠന റിപ്പോർട്ട് കേരളത്തിന് മുമ്പിലുണ്ട്. അത് 2000-ൽ കേരള ഗവൺമെൻറ് ഏർപ്പെടുത്തിയ രജീന്ദർ സച്ചാർ ചെയർമാനായിട്ടുള്ള ജസ്റ്റിസ് രജീന്ദർ സച്ചാർ ചെയർമാനായിട്ടുള്ളൊരു കമ്മീഷനാണ്. ആ കമ്മീഷൻ, 3-അംഗ കമ്മീഷൻ, ആ കമ്മീഷന്റെ റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആ റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? ആ റിപ്പോർട്ടിൽ വിവിധ സംവരണ സമുദായങ്ങളുടെ ബാക്ക്ലോഗിനെ കുറിച്ചുള്ളൊരു പഠനം നടത്തിയപ്പോൾ അതിൻ്റെ 7-ാം അധ്യായത്തിൽ അത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതിനകത്ത് എന്താ പറയണത്? 7383 തസ്തികകളിൽ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം നഷ്ടമായിട്ടുണ്ടെന്നാണ്. സംവരണ തോതനുസരിച്ച് അവർക്ക് കിട്ടിയിട്ടില്ല. ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കാണ്. അത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആധികാരികമായ റിപ്പോർട്ടാണ്, ഒരു പഠന റിപ്പോർട്ടാണ്, മുസ്ലിം ലീഗിൻ്റെ റിപ്പോർട്ടല്ല. ജസ്റ്റിസ് ആയിട്ടുള്ള നരേന്ദ്ര കമ്മീഷന്റെ റിപ്പോർട്ടാണ് നമ്മുടെ മുമ്പിലുള്ളത്. 7383 കുറവാണ്. പിന്നെ കുറവുള്ളത് ഇവിടുത്തെ ആംഗ്ലോ ഇന്ത്യൻസിനാണ്, 4370. പിന്നെ നാടാറിനാണ്, അതുപോലെ ധീവരർക്കാണ്, വിശ്വകർമ്മക്കാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ച ലത്തീൻ കത്തോലിക്കക്കാർക്കാണ്. ഏറ്റവും കൂടുതൽ ഒന്നാമത് നഷ്ടം സംഭവിച്ചത് മുസ്ലിങ്ങൾക്ക്, രണ്ടാമത് നഷ്ടം സംഭവിച്ചത് ലത്തീൻ കത്തോലിക്കക്കാർക്ക്, പിന്നെയാണ് ബാക്കിയുള്ളവർക്കൊക്കെ വരുന്നത്. ഈ നഷ്ടത്തിൻ്റെ കണക്ക് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് കെ സുരേന്ദ്രൻ വന്നിട്ട് പറയും ഏത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നാക്ക സമുദായത്തിൻ്റെ സംവരണ തസ്തികകൾ മുസ്ലിങ്ങൾ കൈയടക്കി എന്ന് സുരേന്ദ്രൻ പറയണത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ജാതി സെൻസസ് ഏർപ്പെടുത്താൻ BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തത്? ഇതിനെല്ലാം പരിഹാരം എന്താണ്? ഇതിനെല്ലാം പരിഹാരം ജാതി സെൻസസ് ആണ്. ഓരോ സമുദായങ്ങൾ, ഓരോ ജാതി അധികാരത്തിലുള്ള പങ്കാളിത്തം എന്താണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി പഠനം നടത്താനാണല്ലോ ജാതി സെൻസസ് നടത്തണമെന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ആവശ്യപ്പെട്ടത്. എന്തേ BJP അതിനോട് അനുകൂലമായി പ്രതികരിക്കാത്തത്? BJP അതിനെതിരാണ്. അപ്പോൾ കെ സുരേന്ദ്രൻ ഇനി BJPക്ക് ഒരു കെണി വെച്ചതാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയട്ടെ. കെ സുരേന്ദ്രൻ നിലപാടിനോട് BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന് യോജിപ്പുണ്ടോ? BJPയുടെ കേന്ദ്ര കമ്മിറ്റിക്ക് യോജിപ്പുണ്ടോ? ഓരോ സമുദായവും കൈവശം വെച്ചിരിക്കുന്ന തസ്തികകളെ സംബന്ധിച്ച് ആധികാരികമായി ഒരു പഠനം നടത്താനും ആ പഠനത്തെ തുടർന്ന് അത് ബാക്ക്ലോഗ് ഉണ്ടെങ്കിൽ ഏത് സമുദായത്തിനാണ്, മുസ്ലിങ്ങൾ കൂടുതലാണെങ്കിൽ മുസ്ലിങ്ങളിൽ നിന്ന് എടുക്കണം, മറ്റേതെങ്കിലും കമ്മ്യൂണിറ്റിക്കാണ് കൂടുതലെങ്കിൽ അതെടുത്ത് കുറവുള്ളവർക്ക് കൊടുക്കണം എന്ന നിലപാട് BJPക്കുണ്ടോ? BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയട്ടെ. കെ സുരേന്ദ്രൻ പറഞ്ഞതിനോട് ഞങ്ങൾ യോജിക്കുകയാണ്. പിന്നെ റെപ്രസെൻറ്റേഷനെ കുറിച്ചൊക്കെ പറയുമ്പോൾ വളരെ അത്ഭുതം തോന്നും. കാരണം 20 കോടി ജനസംഖ്യയുള്ള മുസ്ലിങ്ങൾക്ക്
ഒരു MP സ്ഥാനം പോലും കൊടുക്കാത്ത, പാർലമെന്റിൽ ഒരു അംഗത്തെ പോലും കൊടുക്കാത്ത പാർട്ടിയാണ് BJP. ആ BJP ആണ് പറയുന്നത് മുസ്ലിം ലീഗ് മുസ്ലിങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നു. ഇപ്പൊ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ കണക്കാണല്ലോ പറയുന്നത്, അതുകൂടി പറഞ്ഞ് നിർത്താം. ഇപ്പോൾ സ്കൂളുകളുടെ കണക്ക് നമ്മുടെ മുമ്പിലില്ല, ആധികാരികമായ ഒരു റിപ്പോർട്ടില്ല. 7000-ലധികം സ്കൂളുകൾ ഉണ്ട് എന്ന് മാത്രമേ റിപ്പോർട്ടുള്ളൂ. ഏതൊക്കെ സമുദായമാണ് കൈവശം വെക്കുന്നതിനെ സംബന്ധിച്ച് ആധികാരികമായ റിപ്പോർട്ടില്ല. എന്നാൽ എയ്ഡഡ് കോളേജുകളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് 2023 നിയമസഭയിൽ വന്നിട്ടുണ്ട്. ഈ 190 കോളേജാണ് കേരളത്തിൽ ആകെ എയ്ഡഡ് കോളേജ് ഉള്ളത്. ഈ എയ്ഡഡ് കോളേജിൽ മുസ്ലിം സമുദായത്തിന്റെ കൈവശമുള്ളത്, അവരുടെ നിയന്ത്രണത്തിലുള്ളത് കേവലം 27 പിന്നെ 11 അറബിക് കോളേജ് കൂടിയുണ്ട്. 27 കോളേജാണെങ്കിൽ കേരളത്തിൽ 27% മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പ്രാതിനിധ്യമുണ്ട്. ആ 27%-ൽ കേവലം 14% കോളേജുകൾ കൈവശമുള്ളത്. ഇനി 11 അറബിക് കോളേജുകളെ കൂടി ചേർത്താൽ 38 കോളേജായി. അങ്ങനെയാണെങ്കിൽ പോലും 20% വരുള്ളൂ. അപ്പൊ എങ്ങനെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടുതലാണ് മുസ്ലിങ്ങൾ കൈവശം വെക്കുന്നു, ലീഗ് വാരിക്കോരി കൊടുത്തു എന്ന് പറയുന്നത്? അർഹതപ്പെട്ടത് പോലും കിട്ടിയില്ല എന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത്. അതല്ല, വേറെ കണക്കുണ്ടെങ്കിൽ അത് BJP പറയട്ടെ, സുരേന്ദ്രൻ പറയട്ടെ. ആ റിപ്പോർട്ട് ആധികാരികമാണെങ്കിൽ അത് പുറത്തു വെക്കട്ടെ. ഇനി അല്ല, ഒരു പഠനം നടത്താനാണെങ്കിൽ ആ പഠനം നടത്താൻ ഞങ്ങൾക്ക് 100% സന്തോഷമുള്ള കാര്യമാണ്. നിരന്തരമായി ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. 25 കൊല്ലം മുമ്പ് 2000 തയ്യാറാക്കിയ 2001 ആ റിപ്പോർട്ട്, നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നത്. അത് കഴിഞ്ഞ് 24 കൊല്ലമായി. ഇനി പുതിയ ഒരു പഠനം നടത്തണോ? സന്തോഷമാണ്. ആ നിലപാടിനോട് BJPക്ക് യോജിപ്പുണ്ടോ എന്നുകൂടി BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, ഇപ്പോൾ BJPയുടെ പ്രസിഡന്റ് അല്ലല്ലോ, BJPയുടെ പ്രസിഡന്റ് അതിനോട് യോജിക്കുന്നുണ്ടോ എന്ന കാര്യം കൂടി അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നാണ് പറയാനുള്ളത്. അല്ല, വകുപ്പുണ്ടാവില്ലല്ലോ, നമുക്ക് വ്യക്തമല്ലേ. എന്തെല്ലാം പരാതികൾ കൊടുത്തു. ഇങ്ങനെ വിദ്വേഷം പറയുന്ന ആർക്കെങ്കിലും എതിരായിട്ട് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചോ? രാജ്യദ്രോഹം ഉൾപ്പെടെ ഇപ്പോ ഷൈജ ആണ്ടവൻ രാജ്യദ്രോഹിയായ ഗോഡ്സെയാണ് ന്യായീകരിച്ചത്, ഒരു നടപടിയുമില്ല. പിന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രൊമോഷൻ കൊടുത്തു. കേരളത്തിൽ എന്തെല്ലാം വിദ്വേഷമാണ് ശശികല ടീച്ചർ മുതൽ ഈ പറയുന്ന വെള്ളാപ്പള്ളി അടക്കമുള്ള ആളുകൾ നടത്തിയിട്ടുള്ളത്. എന്തെല്ലാം വിദ്വേഷമാണ്. BJPയുടെ കെ സുരേന്ദ്രനും BJPയുടെ മറ്റു നേതാക്കന്മാരും എന്തെല്ലാം വിദ്വേഷമാണ് നിരന്തരമായി പ്രചരിപ്പിച്ചത്. ഏതെങ്കിലും ഒരാൾക്കെതിരെ നടപടി സ്വീകരിച്ചോ? ഏതെല്ലാം ഓൺലൈൻ പോർട്ടലുകൾ, കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മാത്രം ഒരു സമുദായത്തിന് നേരെ എത്ര വിദ്വേഷമാണ് പ്രചരിപ്പിച്ചത് ചില ഓൺലൈൻ പോർട്ടലുകൾ. യൂത്ത് ലീഗ് ഉൾപ്പെടെ പരാതി കൊടുത്തില്ലേ? എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട ആളെ ഇന്റർപോളിന്റെ സഹായത്തോടെ അറസ്റ്റ് ചെയ്ത നാടാണ് കേരളം. ആ നാട്ടിലാണ് കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന രീതിയിൽ, വിദ്വേഷമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രചരണം നടത്തിയിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും സ്വീകരിക്കാത്തത്. പുസ്തകം ഇറക്കാണോ ഭരിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത്? അല്ല, ഞാൻ ചോദിക്കുന്നത് അല്ല എന്താണ് ചെയ്യേണ്ടത്? അല്ല, ഞങ്ങള് ഇത്തരം വിദ്വേഷ പ്രചാരണം ഉണ്ടാകുമ്പോൾ നടപടി സ്വീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ലീഗ് പ്രതിഷേധ പ്രകടനം നടത്തിയിട്ടാണോ അല്ല ലീഗ് പുസ്തകം ഇറക്കിയിട്ടാണോ ഇതിനെ പ്രതിരോധിക്കേണ്ടത്? അത് കേരളത്തിലെ ജനങ്ങൾ പ്രതിരോധിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ BJPക്ക് ജയിക്കാൻ കഴിയാത്തത്. അതേസമയത്ത് ഇങ്ങനെയുള്ള വിദ്വേഷ പ്രചാരകർക്കെതിരെ പുസ്തകം ഇറക്കല്ല നാട് ഭരിക്കുന്ന സർക്കാർ ചെയ്യേണ്ടത്. അതാരായിരുന്നാലും ശരി, അത് മതവും രാഷ്ട്രീയമൊന്നും നോക്കേണ്ടതില്ല. നാട്ടിൽ സമാധാന അന്തരീക്ഷത്തിന് ഭംഗമുണ്ടാക്കുന്നവർ ആരായിരുന്നാലും അവർക്കെതിരെ പുതിയ നിയമം അനുസരിച്ചാണെങ്കിലും, നേരത്തെ ഉണ്ടായിരുന്ന പഴയ നിയമത്തിന്റെ കാലത്താണെങ്കിലും, IPCയുടെ കാലത്താണെങ്കിലും, BNSന്റെ കാലത്താണെങ്കിലും ഒക്കെ നാട് ഭരിക്കുന്ന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായില്ല. തമിഴ്നാട്ടിൽ അങ്ങനെ അല്ലല്ലോ. തമിഴ്നാട് സർക്കാർ അതിശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ സർക്കാർ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇത്തരക്കാർക്ക് ഇങ്ങനെ സംസാരിക്കാനുള്ള ധൈര്യം കിട്ടുമോ? പുസ്തകം ഇറക്കല്ല സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്. ഇപ്പൊ ഞങ്ങൾ ഓരോ ദിവസവും വന്നിട്ട് ഇങ്ങനെ പറയാണ്, മലപ്പുറത്ത് നോമ്പ് കാലത്ത് തുറക്കുന്ന കടകളുണ്ട് എന്നും ഇങ്ങനെ വന്ന് പറയാൻ കഴിയും.
പാലക്കാട്ട് ആന തോട്ടി പൊട്ടിയിട്ട് കൊല്ലപ്പെട്ടപ്പോൾ ആന ചെറിഞ്ഞപ്പോൾ മലപ്പുറത്താന്ന് പറഞ്ഞു. ഞങ്ങളത് മലപ്പുറത്തല്ല എന്നിങ്ങനെ തെളിയിക്കുക. മലപ്പുറത്താണെങ്കിൽ എന്താണ്? മലപ്പുറത്താണെങ്കിൽ എന്താണ് കുഴപ്പം? ആ ചോദ്യം ആരും ചോദിക്കുന്നില്ല. മലപ്പുറത്ത് നോമ്പ് കാലത്ത് ഏതെങ്കിലും ഒരു ഹോട്ടൽ കച്ചവടമില്ലാതെ തുറന്നില്ലെങ്കിൽ എന്താണ് കുഴപ്പം? അല്ല, പ്രതിഷേധം ഞങ്ങളുടെ പ്രതിഷേധമാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ, ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. മറ്റു രീതിയിൽ സാമുദായികമായ സൗഹാർദ്ദം തകർക്കുന്ന രീതിയിൽ ഉള്ള പ്രതിഷേധങ്ങളിലേക്കോ പ്രതികരണങ്ങളിലേക്കോ പോകണ്ട എന്നുള്ളത് പാർട്ടിയുടെ തീരുമാനമാണ്. കാരണം ആത്യന്തികമായി ഞങ്ങളുടെ താല്പര്യം ഈ നാട്ടിൽ സമാധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. സമാധാനം തകർക്കാൻ വേണ്ടി ചില ആളുകൾ ശ്രമിക്കുമ്പോൾ ആ സമാധാനം തകർക്കുന്ന കൂട്ടത്തിൽ ലീഗ് ഉണ്ടാവില്ല. അതേസമയത്ത് വസ്തുതകൾ സംസാരിക്കുന്നതിൽ, ചർച്ച ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. ആ വസ്തുതകളാണ്. അക്കാദമികമായിട്ടുള്ള ഒരു കാര്യമാണ് സുരേന്ദ്രൻ ഇന്നും പറഞ്ഞത്. സംവരണവുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾ അനർഹമായി കൈവശം വെക്കുന്നു. ഞങ്ങളത് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അതേ സംബന്ധിച്ച് ആധികാരികമായി പഠനം നടത്താൻ ഒരു ഏജൻസിയെ വെക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിനോട് യോജിപ്പാണ്. ഞങ്ങൾ ആവശ്യം ഉന്നയിക്കുന്നു. കേന്ദ്ര സർക്കാർ ജാതി സെൻസസ് നടത്താൻ തയ്യാറാകണം എന്നത് ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടതാണ്. അത് കോൺഗ്രസും ആവശ്യപ്പെട്ടതാണ്. BJP ആണ് അതിന് കൂടെ സപ്പോർട്ട് ചെയ്യാത്തത്, പിന്തുണക്കാത്തത്. അത് വ്യക്തമാണല്ലോ. ഇത് പുറത്തു വരുന്നതിൽ ആർക്കാണ് ഭയം? ഇക്കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ആർക്കാണ് ഇത് വിമിഷ്ടം ഉണ്ടാവുക എന്നുള്ളത് വ്യക്തമാണല്ലോ. അല്ല, ഞങ്ങൾ വ്യക്തിപരമായ ഒരു വിദ്വേഷമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളത് പാർട്ടിയുടെ നിലപാടാണ്. കാരണം ഒരു സമുദായത്തിൻ്റെ നേതാവ്, ഇപ്പോൾ സമുദായ നേതാക്കന്മാരിൽ നിന്നും നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? സമുദായ നേതാക്കന്മാരിൽ നിന്ന് നാട്ടിൽ ആരെങ്കിലും വിദ്വേഷം പറഞ്ഞാൽ ആ വിദ്വേഷം പറയുന്ന ആളുകളെ അതാത് സമുദായ നേതാക്കന്മാർ അങ്ങനെ പറയരുത് എന്ന് പറയുന്നവരായിട്ടാണ് കേരളം ആഗ്രഹിക്കുന്നത്. ആ സമുദായ നേതാക്കന്മാർ തന്നെ വിദ്വേഷം പറഞ്ഞാൽ അതിനകത്ത് സങ്കടവും നിരാശയും പ്രയാസമൊക്കെ ഉണ്ട്. കാരണം ചങ്ങലക്ക് തന്നെ ഭ്രാന്ത് പിടിക്കാന്ന് പറയാറില്ലേ? ചങ്ങലക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യും? അതും രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നതും എല്ലാം തെറ്റാണ്. അത് ശക്തമായി അവരൊക്കെ സമുദായ നേതാക്കന്മാരാണ് എന്ന് കരുതിയിട്ട് എന്തും പറയാം എന്നല്ല. അതിനൊക്കെ നിയന്ത്രിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. പക്ഷെ അതിനോടുള്ള പ്രതികരണങ്ങൾ വിവിധ സമുദായങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിലാകരുത് എന്ന് ലീഗ് ആഗ്രഹിക്കുന്നുണ്ട്. അത് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളുടെ നിലപാടാണ്. വിവിധ സമുദായങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളിലേക്ക് ലീഗ് പോകാൻ പാടില്ല. ലീഗ് പ്രവർത്തകർ ആ നിലക്ക് പ്രതികരിക്കാൻ പാടില്ല എന്നുള്ളത് ഞങ്ങളുടെ നിലപാടാണ്. ഞങ്ങൾക്ക് ആത്യന്തികമായി ഞങ്ങളുടെ താല്പര്യം അതാണ്. അത് വളരെ വ്യക്തമാണ്. പട്ടിക്കാട് ജാമ്യയുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ആളെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് സാദിഖലി തങ്ങൾക്കെതിരെ സമസ്തയുടെ വിഭാഗത്തിൽ വീണ്ടും സമസ്തയിലെ പ്രശ്നങ്ങൾ രൂക്ഷമാണ്. യൂത്ത് ലീഗ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ അതിൻ്റെ ഭാരവാഹിയല്ല. തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരിക അല്ല, ഞാൻ അതിൻ്റെ ഒരു ഭാരവാഹിയല്ല. അത് അതിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾ പറയേണ്ട കാര്യം. യൂത്ത് ലീഗുമായി ബന്ധപ്പെട്ട കാര്യമാണ്. യൂത്ത് ലീഗ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ മെയ് 1 ആരംഭിക്കുകയാണ്. മെയ് 1 ആരംഭിച്ച് മെയ് 30 അവസാനിക്കുന്ന രീതിയിലാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ. അതിനെ തുടർന്ന് പുതിയ കമ്മിറ്റികൾ നിലവിൽ വരും. താങ്ക് യു.